ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വൈകുന്നേരങ്ങളിലും ഏത് സമയത്ത് വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. ഇത് കർക്കിടകത്തിനാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പത്രവട അല്ലെങ്കിൽ ചേമ്പല അപ്പം എന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത് കൊങ്ങിനീസാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പും പച്ചരിയും നന്നായിട്ട് 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു പിടി പുളിയും കൂടി ഇട്ട് നന്നായിട്ട് അത് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കിനി വേണ്ടത് തേങ്ങ, ജീരകം, മുളക്, ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ നേരത്തെ കുതിർത്തി വെക്കാൻ മാറ്റി വെച്ച പച്ചരി ഉഴുന്നും പരിപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവം റെഡിയായി. ഇനി നമ്മൾ നേരെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം തന്നെ നല്ല വൃത്തിയാക്കി ചേമ്പല കഴുകിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് ചേമ്പല കഴുകി അതിനകത്ത് നെട്ടെല്ലാം കളഞ്ഞ് അതിനൊരു നാരുണ്ട് അതെല്ലാം വലിച്ച് കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെക്കണത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഓരോ ചേമ്പലയിലേക്കും തേച്ച് കൊടുക്കുക. ചേമ്പലയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മാവ് തേച്ച് കൊടുക്കണം. നമ്മളൊരു ചേമ്പല വെച്ചു, അതിനകത്തേക്ക് നന്നായിട്ട് മാവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനോട് തന്നെ ചേർത്ത് രണ്ടാമത്തെ ചേമ്പല വെക്കണം. ആ ചേമ്പലയിലേക്കും മാവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 3 സെറ്റായിട്ടാണ് ബേസായിട്ട് 3 സെറ്റായിട്ടാണ് വെക്കണത്. 3 ചേമ്പലയിൽ നന്നായിട്ട് മാവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചേമ്പല കൂടി വെച്ച് നല്ലോണം മാവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിന്ന് ടോട്ടൽ 4 ചേമ്പല യൂസ് ചെയ്തിട്ടാണ് ഈ ചേമ്പലപ്പം ഉണ്ടാക്കുന്നത്. പത്രവട ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും നമ്മുടെ മാവ് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളിത് ഒരറ്റത്തുനിന്ന് ഒരു ഫോൾഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ മാവ് തേച്ച് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ അതൊന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഓരോന്നും മടക്കി വീഡിയോ കാണുന്ന പോലെ മടക്കി എടുക്കണം. രണ്ടാമതായിട്ട് ഫോൾഡ് ചെയ്യുക, അതിനകത്തേക്ക് മാവ് തേച്ച് കൊടുക്കുക. മൂന്നാമത് ഫോൾഡ് ചെയ്യുക. നമ്മൾ ഈ ചേമ്പല കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് നന്നായിട്ട് മാവെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. എവിടേക്കോ മാവ് എത്താത്ത അവിടെ എല്ലാം തേച്ച് കൊടുക്കണം. ഇത് ഫോൾഡ് ചെയ്ത് ഇതാക്കണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാവ് ഈ ചേമ്പലയിൽ ഫുള്ള് മിക്സായിട്ടുണ്ടാവണം. നമ്മൾ ആദ്യം പുറമേ മാത്രം തേച്ചിട്ട് കാര്യമില്ല. ഇത് ഫോൾഡ് ചെയ്യുമ്പോഴും മാവ് ചേമ്പലയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ചേമ്പലയിൽ ഫുള്ളും നമ്മുടെ മാവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. നന്നായിട്ട് ലാസ്റ്റ് കോട്ടിങ് കൂടി കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു കുക്കർ എടുക്കുക, അതിനകത്ത് വെള്ളം വെക്കുക. വെള്ളത്തിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ച ചേമ്പല ഒരു ഫോൾഡാക്കി കൂടി മടക്കിയിട്ട് നമ്മുടെ വാഴനാര് കൊണ്ട് നന്നായി മുറുക്കി കെട്ടി ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. ഒരു 2-3 വിസിലിനുള്ളിൽ തന്നെ നമ്മുടെ ഈ പത്രവട റെഡിയായിട്ടുണ്ടാവും. നമ്മൾ പത്രവട ഇനി കുക്കറിൽ നിന്ന് മാറ്റി പുറത്തേക്ക് വെക്കാം. ഇത് നമ്മൾ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഈ സ്നാക്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബൈ.